ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജയം കൽപ്പിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്യുക എന്നൊരു വിഷയം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കുടപ്പിറപ്പുകളെ യഹോവയായ ദൈവം തിരഞ്ഞെടുത്തവന് തൻ്റെ മുൻപിൽ വിജയം കൈവരിക്കേണ്ടതായ യുദ്ധമുണ്ട്. കാരണം ഓരോരുത്തരെയും വിളിച്ചതിന് പിന്നിൽ ദൈവത്തിന് ഓരോരോ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് ചെയ്തെടുക്കണമെങ്കിൽ അവൻ ധൈര്യത്തോടെ എഴുന്നേറ്റെങ്കിലേ മതിയാകും. പ്രത്യാശയോടെ യുദ്ധത്തിലെ നേരിട്ടെങ്കിലേ മതിയാകും. എന്നാൽ ദൈവം കൂടെ ഇരുന്ന് ജയം നൽകിത്തരും എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നവനായിരിക്കണം ഓരോ ദൈവവും. യുദ്ധത്തിനായി പുറപ്പെടേണ്ടത് നാം ആണെങ്കിലും യുദ്ധം ചെയ്യുന്നതും ജയം നൽകിത്തരുന്നതും ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് വിളിക്കപ്പെട്ടവനുണ്ടായിരിക്കണം. എങ്കിലേ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ വിനയത്തോടെ നിൽക്കുവാൻ ഒക്കുകയുള്ളൂ. വിശ്വാസികളേവരും തങ്ങളുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ ജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനായി പരിശ്രമിക്കുന്നവരുമാണ്. കായിക ബലത്തിലോ സാമ്പത്തിക ബലത്തിലോ പാരമ്പര്യ ബലത്താലോ ആർക്കും ഒന്നിലും വിജയിക്കുവാനാകില്ല. ജയം ദൈവത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നവർ ഗിദെയോനെ പോലെ ദൈവസഹായം ഉറപ്പിക്കുകയും തങ്ങളുടെ അവസ്ഥ തുറന്ന ദൈവത്തോട് പറഞ്ഞ് തങ്ങളുടെ താഴ്മയും സമ്മതവും ദൈവത്തിന് മുൻപാകെ വെളിപ്പെടുത്തുകയും ചെയ്യണം. ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവികോദ്ദേശത്തെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഗിദെയോന്റെ ജീവിതാനുഭവം. ഗിദെയോനെ ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തതിൽ കൂടെ ഗിദെയോന്റെ മേലുള്ള ദൈവികോദ്ദേശത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും, അതിനായിട്ട് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ശത്രുക്കൾ ആധിക്യം പ്രാപിച്ചു നിൽക്കുന്ന കാലത്ത് തൻ്റെ അധ്വാന ഫലം ശത്രുക്കളുടെ കയ്യിൽ എത്തപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി തനിക്കുള്ളത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നവനെയാണ് ദൈവം വലിയ ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് ഗിദെയോൻ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഗിദെയോൻ തന്നെ വിളിച്ച ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ദൈവശബ്ദം തിരിച്ചറിഞ്ഞവന്റെ മേലുള്ള നിയോഗം ദൈവം കൽപ്പിച്ചേൽപ്പിച്ചു. ഇതുവരെ ജയിച്ചു നിന്ന മിദ്യാനെ നീ ജയിക്കും, അതും ഒരു ഒറ്റ മനുഷ്യനെ പോലെ നീ മിദ്യാനെ തോൽപ്പിച്ച് കീഴ്പ്പെടുത്തും എന്ന് ദൈവം ഗിദെയോനോട് കൽപ്പിച്ചു. മിദ്യാൻ ദൈവജനങ്ങളുടെ അധ്വാന ബലത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ജാതിക ശക്തിയാണ്. ആ ശക്തിയെ നീ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് കീഴ്പ്പെടുത്തും എന്ന് തൻ്റെ മേലുള്ള ദൈവിക കൽപ്പന ഗിദെയോൻ തിരിച്ചറിഞ്ഞ് അത് ഉറപ്പാക്കുന്നതിൽ അവൻ വിജയിച്ചു. താൻ അതിന് കഴിവില്ലാത്തവനാണെന്നും യോഗ്യതയില്ലാത്തവനാണെന്നും താൻ ദൈവത്തോട് ഏറ്റുപറയുവാൻ തക്കവണ്ണം വിനയമുള്ളവനായി തീർന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്: അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ. ഇപ്രകാരമാണ് ഗിദെയോൻ ദൈവത്തോട് സംസാരിച്ചത്. ഞാൻ തീരെ പ്രാപ്തിയില്ലാത്തവനെന്ന് ദൈവസന്നിധിയിൽ തുറന്നു സമ്മതിക്കുന്നവന് ദൈവം ഉറപ്പ് കൊടുക്കുകയാണ് അവിടെ. നീ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിനക്ക് ജയം നൽകും. ദൈവം കൂടെ ഇരിക്കുന്നവൻ ദൈവം എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യുവാൻ തുനിയുമെങ്കിൽ ദൈവം അവൻ്റെ പ്രവൃത്തിയെ സാധ്യമാക്കുകയും അവന് ജയം കൽപ്പിക്കുകയും ചെയ്യും. കർത്താവ് നിന്നോട് കൂടെയുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞത് അതുപോലെ, കർത്താവ് ഏൽപ്പിച്ചത് അതുപോലെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുമെങ്കിൽ നിന്റെ മേൽ ആധിക്യം പ്രാപിച്ചു നിൽക്കുന്ന മിദ്യാന്യ ശക്തിയുടെ മേൽ കർത്താവ് നിനക്ക് ജയം കൽപ്പിക്കും എന്നാണ് ഗിദെയോന്റെ അനുഭവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് പ്രഭാതത്തിൽ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ കഴിവിനെയും നിന്റെ അറിവിനെയും നിന്റെ സ്വഭാവത്തെയും മുഴുവൻ നന്നായി അറിയുന്ന കർത്താവിൻ്റെ മുൻപിൽ ഞാനെന്ന ഭാവവും എനിക്കതിന് കഴിയും എന്ന ഭാവവും ഉയർത്താതെ ഗിദെയോനെ പോലെ താഴ്മയും വിനയവും ധരിക്കുമെങ്കിൽ നിന്റെ സമ്പത്തിനെ വിഴുങ്ങുന്ന
കുടപ്പുറപ്പെ നിന്റെ അധ്വാന ബലത്തെ അപഹരിക്കുന്ന, നിന്റെ ശ്രമത്തെ പരാജയത്തിലാക്കി തീർക്കുവാൻ പോരാടുന്ന മിഥ്യാന ശക്തിയുടെ മേൽ നിനക്ക് കർത്താവ് നിശ്ചയമായും ജയം കൽപ്പിച്ചു തരും. ദൈവസന്നിധിയിൽ ജയം പ്രാപിക്കുന്നവരായിത്തീരണമെങ്കിൽ എല്ലാം അറിയുന്നതിന് മുൻപിൽ നമ്മുടെ അവസ്ഥ മറച്ചു വയ്ക്കാതെ, മൂടി വയ്ക്കാതെ തുറന്നു പറയുക. ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും ഒരു സുതാര്യ മനോഭാവത്തോടെ, സമർപ്പണ മനോഭാവമുള്ളവരായി ദൈവസന്നിധിയിൽ തുറന്നു പറയുന്നവരാകുമെങ്കിൽ എല്ലാ മേഖലകളിലും ദൈവാനുകൂലത അനുഭവിക്കുവാൻ ഇടയായിത്തീരും. വിശ്വാസി തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നും പരാജയ ഭീതിയും കൊണ്ട് കഴിയേണ്ടവനല്ല. നോക്കൂ പ്രിയരെ, പരാജയ ഭീതി ഇല്ലാത്തവരില്ല, പ്രശ്നങ്ങളില്ലാത്തവരില്ല, അധ്വാന ഫലം ശത്രു അപഹരിക്കാത്തവരെ ആരും കാണുകയില്ല. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലവാരത്തിൽ ശത്രുവിൻ്റെ വെല്ലുവിളിയെ ഭയപ്പെടുന്നുണ്ട്. ശത്രുവിൻ്റെ വെല്ലുവിളിയെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, കർത്താവ് പറയുന്നത് കേൾക്കാൻ മനോഭാവമുള്ള ഒരു ദൈവപൈതലാണെങ്കിൽ, ആ വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ എന്നും പരാജയഭീതിയും കൊണ്ട് എന്നും തകർന്നവനായി കഴിയേണ്ടി വരില്ല. പ്രിയരെ, നിങ്ങളുടെ ശത്രു എത്ര പ്രബലനായിരുന്നാലും, നീണ്ട കാലഘട്ടത്തിലെ ആധിക്യം ശത്രുവിന് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നാലും, ദൈവസന്നിധിയിൽ ഒന്നും മറച്ചു വയ്ക്കുവാനില്ലാത്തവരായി തീരുമെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നവരാകുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ശത്രുവിനെതിരെയുള്ള ഒരു ആത്മീയ പോരാട്ടത്തിനായി ഞാൻ ഒരുക്കമാണ് കർത്താവേ, കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ മതി, കർത്താവ് പറഞ്ഞാൽ ഞാൻ പറയും അതുപോലെ, പറഞ്ഞതുപോലെ മറുചോദ്യം ചോദിക്കാതെ അനുസരിച്ചു കൊള്ളാം എന്നൊരു സമ്മതം കർത്താവിനോട് പറയുന്ന ഒരു നിലയിലേക്ക്, കർത്തൃസന്നിധിയിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ നിശ്ചയമായും കർത്താവ് അനുഗ്രഹിക്കും. ഒരു ആത്മീയ പോരാട്ടത്തിനായി ഞാൻ ഒരുക്കമാണ് കർത്താവ് എന്ന് കർത്താവിനോട് തുറന്ന് സമ്മതിക്കുക. കൂടപ്പുറപ്പേ, ജയം നിങ്ങളുടെ അവകാശമാണ്. കർത്താവ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന അധ്വാന ഫലം നിങ്ങളുടെ അവകാശമാണ്. അതിൻ്റെ മേൽ മിഥ്യാൻ അവകാശം ഉന്നയിക്കുന്ന ഒരു അനുഭവം ഉളവാകുവാൻ ഇടയായിത്തീരരുത്. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് ജയം കൽപ്പിച്ചിട്ടുണ്ട്. ഇനി മേലാൽ മിഥ്യാൻ നിങ്ങൾക്ക് ഭീഷണിയാകാത്ത വണ്ണം മിഥ്യാൻ തകർക്കപ്പെടും. കർത്താവിനോടൊപ്പം യുദ്ധം ചെയ്യുവാൻ പൂർണ്ണ വിനയത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, സമർപ്പിക്കുക. നിശ്ചയമായും ജയം നിങ്ങളുടെ അവകാശം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിന് കർത്താവിൻ്റെ ആത്മാവിനെ സഹായിക്കണം, ഒരുക്കണം. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനിക്കുന്നവർ, സമർപ്പിക്കുന്നവർ പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം, മുട്ടുകളെ മുടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവ് ജയം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്ത് ഞങ്ങളുടെ ജയം അവകാശമാക്കി എടുക്കും എന്നൊരു തീരുമാനത്തോടെ കർത്താവെ ഞങ്ങൾ സമർപ്പിച്ചത്, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ മുൻപാകെ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കുവാനില്ലാതെ തുറന്ന് സമ്മതിക്കുന്നു. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. മിഥ്യാൻ ഞങ്ങളുടെ മേൽ ആധിക്യം പ്രാപിച്ചു നിൽക്കുവാൻ ഇനി മേലാൽ അനുവദിക്കാതെ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകലിൽ മിഥ്യാന്റെ മേൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ആധിക്യം പ്രാപിക്കാം. മിഥ്യാൻ അവരുടെ മേൽ, അവരുടെ അവകാശങ്ങളുടെ മേൽ ആധിക്യം പ്രാപിച്ചു നിൽക്കുകയല്ല, മിഥ്യാനെ തകർത്തുകളെ എല്ലാവർക്കും ഇടയാകും. പ്രാർത്ഥനകൾക്ക് നമ്മുടെ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.